എറണാകുളം വൈറ്റിലയിൽ ഒരു വാഹനാപകടമുണ്ടായി. നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി കാൽനട യാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയെന്നാണ് വാർത്ത. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി വിവരങ്ങളും അയച്ചിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്നിപ്പോൾ ജസ്റ്റ് രാവിലെ നടന്ന സംഭവമാണ്. ആൻമരിയ, ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഗുഡ് മോർണിംഗ്. രാവിലെ ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ ഭയങ്കര ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. പക്ഷേ പേടിക്കാൻ വേണ്ടിയിട്ടുള്ള അപകടങ്ങളൊന്നും കാര്യമായിട്ടുള്ള രീതിയിൽ ഉണ്ടായിട്ടില്ല. ഈ ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ ഈ കാൽനട യാത്രക്കാരനും നിസ്സാരമായിട്ടുള്ള പരിക്കുകളാണ് ഉള്ളത്, ചെറിയ തരത്തിലുള്ള പരിക്കുകൾ. അതുകൊണ്ട് അതിൽ ഭയപ്പെടില്ല എന്നാണ് ആശുപത്രിയിൽ നമ്മൾ അറിയിച്ചപ്പോൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എടപ്പള്ളി ഭാഗത്ത് നിന്നും വൈറ്റിലേക്ക് പോവുകയായിരുന്നു ഈ കണ്ടെയ്നർ. ഏകദേശം ഒരു 6 മണി സമയമാണ്. ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൽ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് വെച്ച് ഇതിന്റെ എതിർഭാഗത്ത് നിന്നും ഒരു കാൽനട യാത്രക്കാരൻ റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഇയാൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ കാൽനട യാത്രക്കാരനെ ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെയ്നർ അല്പം സൈഡിലേക്ക് വെട്ടിക്കുന്നു. ഈ സൈഡിലേക്ക് വെട്ടിക്കുന്ന സമയത്ത് ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഭയന്നിട്ടാകാം കാൽനട യാത്രക്കാരൻ ഓടി ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയും അതോടൊപ്പം തന്നെ കണ്ടെയ്നർ ഈ കാണുന്ന ഡിവൈഡറിലേക്ക് ഇടിച്ച് കയറുകയും ചെയ്തിരിക്കുന്നത്. ഈ ആളുകളെല്ലാം ഓടിക്കൂടുന്ന സമയത്ത് ഡ്രൈവർ വാഹനത്തിനുള്ളിലും അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാരൻ അല്പം മാറിയുമാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ആ സമയത്ത് വാഹനങ്ങളിലായിട്ടെത്തിയ ആളുകളും ഒക്കെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ വൈറ്റിലയിൽ നിന്നും എടപ്പള്ളിയിലേക്കും അതോടൊപ്പം തന്നെ ഇടപ്പള്ളിയിൽ നിന്ന് വൈറ്റിലയിലേക്കും പോകുന്ന ഭാഗമാണ്. വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഭാഗമാണ്. പക്ഷേ ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു തിരക്കുണ്ടാവാറില്ല. പക്ഷേ അല്പസമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള തിരക്കുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ തരത്തിലുള്ള ഗതാഗത കുരുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോഴും ആ ഒരു ഗതാഗത കുരുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ രണ്ട് സൈഡിലും പോലീസുകാർ അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർ നിയന്ത്രിച്ചാണ് ഇങ്ങോട്ടേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പറയാനായിട്ടുള്ളത് രണ്ടുപേരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഭയടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുമില്ല. താങ്ക് യു ആൻമരി സണ്ണി. എന്തായാലും ആശ്വാസകരമായ കാര്യമാണത്. വൈറ്റിലയിൽ ഉണ്ടായ അപകടത്തിൽ ഒരു വഴിയാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ പരിക്കത്ര ഗുരുതരമല്ല, സാരമായ പരിക്ക് പറ്റിയിട്ടില്ല എന്നറിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.